പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കൃപയുടെ അഭിഷേകത്തിൻ്റെ ദിനങ്ങളാണ്. പ്രത്യേകമായിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അമ്മയോടൊപ്പം ഈ ശുശ്രൂഷയുടെ 2ാം ഘട്ടത്തിൽ ഇത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. അതിനായി നമ്മളെ തന്നെ ഒരുക്കുന്ന ദിനങ്ങൾ. ഈ ദിനത്തിൽ 15ാം ദിനത്തിൽ നമ്മൾ പഠിക്കുന്ന തമ്പുരാൻ്റെ അഭിഷേക വചനം, പരിശുദ്ധാത്മ വചനം, സുപരിചിതമായ വചനമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5ാം അധ്യായത്തിൻ്റെ 22, 23 തിരുവചനങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം, പറയാം, ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്പം കൂടെ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുവാൻ, ദയയോടെ, കരുണയോടെ മറ്റുള്ളവരോട് ഒന്ന് പെരുമാറുവാൻ, പലപ്പോഴും ചില കാര്യങ്ങളിൽ ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് സാരമില്ലെന്ന് പറയുവാൻ, സൗമ്യതയോടെ ഒന്ന് പെരുമാറുവാൻ, എടുത്തുചാട്ടങ്ങളില്ലാതെ, മുൻകോപമില്ലാതെ, ആത്മസംയമനത്തോടെ പെരുമാറും. നമ്മളൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു. നമ്മളിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കാത്തൊരു തിന്മയുടെ ബന്ധനമുണ്ട്. ഇത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുമ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി ഇതാ നമ്മളിൽ സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ, സമാധാനത്തോടെ വർത്തിക്കുവാനായിട്ടുള്ള കൃപ പരിശുദ്ധ അമ്മ നോക്കിയേ. ആ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ജീവിതം, എല്ലാവരോടും കരുണയോടെ പെരുമാറുന്ന ഈശോ കാണിച്ച ജീവിതം, അത് പരിശുദ്ധ അമ്മ എത്രത്തോളം ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ചു, അതിനെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ. നമുക്കും ഈ ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ തിരുവുള്ളമാകണമേ. അനുദിന ജീവിതത്തിൽ ഈ ഫലങ്ങൾ അനുസരിച്ച് ഫലങ്ങൾ സമൃദ്ധമായിട്ട് വർദ്ധിപ്പിച്ച് സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ക്ഷമയോടെ പെരുമാറാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്, തീർച്ചയാണ്. പരിശുദ്ധ പരമാദിവികാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സമർപ്പിക്കുകയാണ്. കരങ്ങൾ കൂപ്പി ഈശോയെ നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദിവികാരണീശോയെ ഞങ്ങളെ അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ദൈവിക കൃപാവരങ്ങൾ ഉജ്ജ്വലിപ്പിച്ച് കൂടുതൽ കരുത്തോടെ മുന്നേറുവാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇതാ നമ്മുടെ ജീവിതത്തെ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഈശോയെ ദിവികാരുണ്യനാഥ ഞങ്ങളെ നിറയ്ക്കണമേ. ഗലാത്യ 5, 22, 23 വചനങ്ങളുടെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ 9 ഫലങ്ങളാൽ ഈശോയെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ ഒരു നിറവ് ദൈവമേ പകർന്നു നൽകണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആത്മസംയമനത്തോടെ പെരുമാറുവാൻ, വേദനകളിൽ ആശ്വസിപ്പിക്കുവാൻ, വീഴ്ചകളും കുറവുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഈ 9 ഫലങ്ങൾ നമ്മളിൽ എല്ലാവരും നിറയപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവേ
ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് പ്രിയമുള്ളവരെ, ദിവികാരുടെ ഈശോയുടെ ആശീർവാദം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതങ്ങൾക്ക് കരുത്ത് നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് അല്പസമയമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, ദിവികാരുടെ സന്നിധിയിലായിരിക്കുന്നുള്ളൂ. എങ്കിലും ഈ ഒരു അല്പസമയമുണ്ടല്ലോ, അത് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ സമയം, അത് നമ്മുടെ ജീവിതത്തിന് ഇന്ന് കൃപയായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. തീർച്ചയായും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, യാചനകളെ എല്ലാം സമർപ്പിക്കാം. പൊട്ട ശുശ്രൂഷകളെ, ഹോളി ഫയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെ എല്ലാം ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, ഏറ്റെടുത്ത് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദിവികാരുണീശോയെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളുടെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ ദിവികാരുണീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.